ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലെമൺ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത പച്ചമുളകാണിത്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പോൾ അധികം എരിവില്ലാത്തതായാലും നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ല. ഇതുപോലുള്ള വലിയ സൈസ് പച്ചമുളകിന് അധികം എരിവ് കാണില്ല. ആ ഒരു രീതിയിൽ പച്ചമുളക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മളിത് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ പച്ചമുളകിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഉപ്പ് ഇതിൽ ലയിച്ച് വന്നാൽ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് നന്നായി വെന്തിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന രീതിയിൽ നിങ്ങളിത് വേവിച്ചെടുക്കണം. അങ്ങനെ വെള്ളം വറ്റി വരുമ്പോഴേ നമുക്ക് ഈ ഒരു പച്ചമുളകിന് ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ച് കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേവിക്കാതെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നിങ്ങൾക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. പച്ചമുളകിനൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരുമ്പോൾ 1-2 ദിവസം എടുക്കും. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്താൽ നമുക്കിത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിലിട്ട പച്ചമുളകായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ട് വെള്ളം വറ്റി വന്നാൽ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഈ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് അടച്ചു വെച്ചാൽ കുറേ ദിവസത്തേക്ക് തന്നെ നിൽക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പച്ചമുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഉപ്പിനെ കൊണ്ട് കോട്ട് ചെയ്ത പോലെ ഇല്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നേരിയതായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ മുറിച്ചെടുക്കേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലോ വെളിച്ചെണ്ണ ആണെങ്കിലോ നല്ലെണ്ണ ആണെങ്കിലോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് കൂടി ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അധികം ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ആയതുകൊണ്ട് തന്നെ എരിവുണ്ടാവും. പക്ഷെ നമുക്ക് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കരുത്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. ഇത് കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. അടുത്തതായി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് തിളച്ച് വന്നാൽ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. അഥവാ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിനാഗിരി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നാൽ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവും മധുരമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ചെറിയൊരു പീസ് വെല്ലം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചമുളക് അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.